എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നാട്ടിലോട്ട് പോവാണ് കേട്ടോ. നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം വിഷുവാണ്, വെക്കേഷനാണ്, പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് മലപ്പുറത്തുനിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പം നമ്മൾ അങ്ങാടിപ്പുറത്ത് നിന്നാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ ഓട്ടോയിൽ പോവാണ്. ശരിക്കും ഇവിടുന്ന് അങ്ങോട്ട് നടന്നു പോകത്തൊക്കെ ദൂരേ ഉള്ളൂ. നമ്മൾ അത്രയും ലേറ്റ് ആയതുകൊണ്ടാണ് പിന്നെ ഓട്ടോയ്ക്ക് അങ്ങ് പോകാമെന്ന് വിചാരിച്ചത്. പിന്നെ ഞങ്ങൾ ബസ്സാണ് ഫസ്റ്റ് നോക്കിയത്, പക്ഷേ നമ്മൾ നേരത്തെ റിസർവ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് സീറ്റൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ട്രെയിൻ തിരഞ്ഞെടുത്തത്. പക്ഷേ ട്രെയിനും നമ്മൾ റിസർവ് ചെയ്യാതാണ് കേട്ടോ പോകുന്നത്. വിഷുവിൻ്റെ തലേ ദിവസം ആയതുകൊണ്ട് തിരക്ക് കാണും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അതേപോലെ തന്നെ സംഭവിച്ചു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നിലമ്പൂരിൻ്റെ തേക്കിൻകാടുകളിൽ നിന്നും ആരംഭിച്ച് അനന്തപുരിയിലേക്ക് പോകുന്ന നമ്മുടെ രാജറാണി എക്സ്പ്രസ് അതിതാ നല്ല ചൂളം വിളിച്ച് വരുന്നുണ്ട്. രാജകീയമായി പോകണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു, പക്ഷേ ഇതായിരുന്നു അവസ്ഥ. ഏതാണ്ട് കോട്ടയം വരെ ഇങ്ങനെ ഇരുന്ന് നിന്നൊക്കെയാണ് പോയത്. കോട്ടയം കഴിഞ്ഞിട്ടാണ് പിന്നെ കുറച്ചെങ്കിലും ഇരിക്കാൻ പറ്റിയത് കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 3:30 കൂടി ഞങ്ങൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനെത്തി. അവിടെ ഇറങ്ങി നേരെ നമ്മൾ തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്കാണ് കേട്ടോ പോയത്. പക്ഷേ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ട് എനിക്ക് തോന്നുന്നൊരു 4:30 തോന്നുന്നു അവിടെ നിന്ന് ഫസ്റ്റ് ബസ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല. നേരെ KSRTC സ്റ്റാൻഡിലേക്ക് അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് പോയി. അവിടെ ചെന്നപ്പോൾ നമ്മുടെ തെങ്കാശിയിലേക്കുള്ളൊരു ബസ് കിടപ്പുണ്ടായിരുന്നു. തെങ്കാശിക്കല്ല, നമ്മൾ പോകുന്ന വഴിക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. അതായത് കൊട്ടാരക്കര പുനലൂർ പോണ ബസ്സിൽ കയറിയാൽ മതി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ആ ബസ്സിൽ കയറി നമ്മുടെ കേരളപുരത്തിറങ്ങിയ നമ്മൾ സ്ഥിരം വീട്ടിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു ചായക്കടയുണ്ട് കേട്ടോ. അവിടെ നിന്ന് ചായ കുടിക്കാറുണ്ട്. എനിക്കവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒന്നാമത് നമ്മൾ ഈ രാവിലെയൊക്കെ ഇങ്ങനെ ക്ഷീണിച്ചൊക്കെ ഉറക്കമൊന്നും കിട്ടിയതേ ഇല്ലായിരുന്നു. അപ്പോൾ ഒരു ചായയൊക്കെ കുടിക്കുമ്പോൾ നല്ലൊരു റിലാക്സേഷൻ ആണല്ലോ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പുറത്തോട്ടിറങ്ങിയപ്പോഴാണ് നമ്മുടെ കേരളപുരത്തെ ഹൈമാസ്റ്റ് ലൈറ്റ് നമ്മളെ നോക്കി ഇങ്ങനെ കണ്ണ് ചിമ്മി കാണിക്കുന്നുണ്ടായിരുന്നത്. അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പം നമ്മളിതേ നമ്മുടെ വീടെത്തി കേട്ടോ. ഏകദേശം ഒരു 5 മണിയായി കാണും വീട്ടിലെത്തിയപ്പോൾ. എല്ലാവരെയും വിളിച്ചുണർത്തി. എൻ്റെ അനിയനാണ് കേട്ടോ വന്ന് ഗേറ്റ് തുറക്കുന്നത്. ഞങ്ങൾ ഉറങ്ങിയില്ല. അപ്പോൾ അവർ ഉറങ്ങണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ച്. അങ്ങനെ അമ്മയൊക്കെ ഇറങ്ങി വന്ന് ആകെ ക്ഷീണിച്ച് പോയായിരുന്നു കേട്ടോ. ഞങ്ങൾ 1 മാസത്തേക്കാണ് നിൽക്കാൻ വന്നെങ്കിലും ഒരു 3 മാസം നിൽക്കേണ്ട ഡ്രസ്സുമായിട്ടാണ് കേട്ടോ വരുന്നത്. അത് നമ്മളെല്ലാവരും അങ്ങനെയല്ലേ. അങ്ങനെ രാവിലെ കുളിച്ച് റെഡിയായി. ഇത് ഞാൻ മലപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന മുല്ലപ്പൂ കേട്ടോ. ഒന്ന് അമ്മയ്ക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പം നമ്മൾ പൂവൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ എല്ലാം കെട്ടി സെറ്റാക്കി കൊടുത്തു. പിന്നെ ഞങ്ങളും പോവാണ് കേട്ടോ. ഒന്ന് രഞ്ജോണൻ്റെ അമ്മയ്ക്ക് ഒരു സർജറി ഉണ്ട്, കണ്ണീൻ്റെ തിമിരത്തിൻ്റെ സർജറി. അപ്പോൾ ഇവിടുന്ന് കാപ്പിയും കുടിച്ച് വേഗം ഇറങ്ങാമെന്ന് വിചാരിച്ച്. വെച്ചുവാണെങ്കിൽ പുഴുങ്ങിയ മുട്ട കഴിക്കത്തില്ല കേട്ടോ. അത് അവൾ വേണ്ടെന്ന് പറയുന്നത്. ഇങ്ങനെ പെട്ടെന്ന് അവളുടെ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത്. ഭയങ്കര ചൂട് കേട്ടോ. ഞാൻ വിചാരിച്ചു മലപ്പുറത്ത് മാത്രമായിരിക്കും ചൂട്. എവിടെ നാട്ടിൽ വന്നപ്പം ഇവിടെ ഒടുക്കത്തെ ചൂട്. അങ്ങനെ നോക്കിയപ്പോഴാണ് ഞങ്ങളുടെ ഒരു പഴയ ഫോട്ടോ. ഇതാ ദച്ചുവിനെ കണ്ടോ, നല്ല ഭംഗിയില്ലേ, നല്ല തക്കുടുമായിരുന്നു കേട്ടോ. ആ കൊച്ചാണ് ഈ ഇരിക്കുന്നത്. ഇത്ര പെട്ടെന്ന് ആ പെൺപിള്ളേരൊക്കെ വളരുന്നല്ലേ. അങ്ങനെ പിന്നെ നോക്കിയപ്പോൾ അടുത്ത ഫോട്ടോ കിട്ടി. ഇത് ഞാനും എൻ്റെ അമ്മയാണ് കേട്ടോ. എൻ്റെ അമ്മയുടെ തലമുടിയൊക്കെ കണ്ടോ, മുട്ടറ്റ മുടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതെല്ലാം പോയി. ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയായിരുന്നു, ഒന്നും അറിയണ്ടല്ലോ. അങ്ങനെതായി ഞങ്ങൾ പോകാനായിട്ട് റെഡിയായി. അന്നേരം അമ്മയ്ക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു ചരടുകെട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും പോകാനായിട്ട് ഇറങ്ങാണ് കേട്ടോ. ഞങ്ങളുടെ കൂടെ തന്നെയാണ് വരുന്നത്. പിന്നെ പപ്പയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിനൊന്നും പപ്പയ്ക്ക് അങ്ങനെ താല്പര്യമില്ല. ഞങ്ങളൊക്കെ എടുക്കുന്ന പപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പപ്പയ്ക്ക് വീഡിയോ അഭിമുഖീകരിക്കാൻ ഭയങ്കര അങ്ങനെ ഇഷ്ടമല്ല. പണ്ടേ അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ പോകാനൊക്കെ റെഡിയായി കേട്ടോ. അപ്പോൾ ദച്ചു പറയാണ് കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് പോകാൻ, ഭയങ്കര ചൂട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതേ അമ്മയും പപ്പയൊക്കെ മുക്കടയിൽ കൊണ്ടിറക്കി വിട്ടു. അവിടെ നിന്ന് അവർക്ക് ടാറ്റയെ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ എളമ്പള്ളൂർ വഴിയാണ് കേട്ടോ പോകുന്നത്. എളമ്പള്ളൂരോട്ട് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അവിടെ മിക്കവാറും റെയിൽവേ അടവായിരിക്കും. കുണ്ട്രക്കാരുടെ ഒരു ചിരകാല സ്വപ്നമാണ് ഒരു മേൽപ്പാലം എന്നുള്ളത്. അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ട് എത്രയും വേഗം നമുക്കൊരു മേൽപ്പാലം കിട്ടട്ടെ. കണ്ടോ, ഇത് മിക്കവാറും നമ്മളിവിടെ ട്രെയിൻ ഇതുവഴി പോകുന്ന കാരണം ട്രാഫിക് ജാം ആയിരിക്കും. നമുക്ക് അവിടെ നിന്നാണ് നമ്മൾ അഞ്ചാലുമൂട്ടിലേക്കൊക്കെ പോകുന്നത്, എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതായത് നമ്മൾ മണപ്പള്ളി എത്താറായി. ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ പരിതാപകരമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി. ഇവിടെ എത്തിയപ്പോൾ നാത്തൂനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെക്കാട്ടി മുന്നേ എത്തിയിട്ടുണ്ട്. നമ്മുടെ സർജറി ആയതുകൊണ്ട്. അപ്പോൾ നാത്തൂന്, മോള്, പിന്നെ ഞങ്ങളുടെ ഈ ഒരു വീട് കണ്ടോ, 7 വർഷമായി ഞങ്ങൾ വീട് വെച്ചിട്ട്. പക്ഷേ ഇപ്പോഴാണെന്ന് തോന്നുന്നു ഞങ്ങൾ കുറച്ചധികം ദിവസം നിൽക്കാനായിട്ട് വരുന്നത്. അങ്ങനെ അമ്മയായിട്ടൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കുക. ഈ ഒരു TV ഉണ്ടോ, ഇത് പപ്പയും അമ്മയും സർപ്രൈസായിട്ട് വാങ്ങി വെച്ചതാണ് കേട്ടോ ഞങ്ങൾ വരുമ്പം കാണാൻ വേണ്ടിയിട്ട്. ഇത് നാത്തൂൻ കന്യാകുമാരിയിൽ നിന്ന് കൊണ്ടുവന്ന മാലയാണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി നമുക്ക് കാണാം. ഓക്കെ.